കുരുന്ന കൂട്ടം. ദൈവം സൃഷ്ടിച്ച സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് അറിയാമോ? അറിയില്ല. ഗവൺമെന്റ് ആണോ? അല്ല. കുടുംബമാണോ? യെസ്. ദൈവം സൃഷ്ടിച്ച സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബമാണ്, ഫാമിലി. നമുക്കെല്ലാം ഇഷ്ടമുള്ള സ്ഥലമാണ് കുടുംബം, അല്ലേ? സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് വരണമെന്നാണ് നമുക്ക് ആഗ്രഹം. നമ്മൾ വഴിതെറ്റിപ്പോയാൽ ഉടനെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നാണ്. ഒരു 2 ദിവസം വേറെ എവിടെയെങ്കിലും താമസിച്ചാൽ, ഇപ്പോൾ ഹോളിഡേ ടൂറിനൊക്കെ പോയി ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പാർക്കിലോ ഒക്കെ പോയി വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി താമസിച്ചിട്ട് ദിവസങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ വന്നാൽ മതിയായിരുന്നു. ഭവനം പോലെ സന്തുഷ്ടമായ ഒരു സ്ഥലമില്ല. കൂടുമ്പോൾ ഇമ്പം എന്നർത്ഥം വരുന്ന വാക്കാണ് കുടുംബം. ഇത് ഈശ്വരൻ ഉണ്ടാക്കിയതാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് കുടുംബം. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, കുടുംബമാണെന്ന് ഏറ്റവും കൂടുതൽ തകർച്ച നേരിടുന്ന ഒരു സ്ഥാപനം. അതുകൊണ്ട് കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കുടുംബത്തെ തകർക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ എന്തൊക്കെയാണ് കുടുംബത്തെ തകർക്കുന്നത് നിങ്ങൾക്കറിയാമോ? കുടുംബത്തിൽ ആർക്കും സമയമില്ല. ശരിയാണ്, കുടുംബത്തിൽ ആർക്കും സമയമില്ല. ഡാഡിക്കാണെങ്കിൽ ഭയങ്കര തിരക്കിട്ട ജോലി, മമ്മിക്ക് അതിനേക്കാളും തിരക്ക്. അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. എന്ത് ചെയ്യാനാണ്? നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്. ഡാഡിക്കാണെങ്കിൽ ജോലി ചെയ്യണം, മമ്മിക്ക് ജോലി ചെയ്യണം, വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ, വല്യപ്പച്ചനും വല്യമ്മച്ചി അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി ഉണ്ടെങ്കിൽ അവർക്കും തിരക്കാണ്. അതുകൊണ്ട് ആർക്കും അന്യോന്യം പങ്കുവെക്കാൻ സമയമില്ല. ഇപ്പോൾ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് 5 മണിക്ക് വീട്ടിൽ വരുന്നു. 5 മണി കഴിഞ്ഞ് ഒരു ഭക്ഷണം കഴിച്ച് ഉടനെ ട്യൂഷന് പോകുന്നു. അതിനുശേഷം നൃത്തം പഠിക്കാൻ പോകുന്നു, ബോക്സിങ് പഠിക്കാൻ പോകുന്നു, കണക്കിന് വേറെ ട്യൂഷൻ, ഫിസിക്സിന് വേറെ ട്യൂഷൻ. ട്യൂഷൻ്റെ ബഹളമാണ്. പിന്നെ വൈകുന്നേരം വന്ന് ഒരു സീരിയലോ ന്യൂസോ ഒക്കെ കണ്ടതിന് ശേഷം ഉറക്കം നമ്മളെ ബാധിക്കും. നമ്മൾ നേരെ കിടക്കലേക്ക് പോകുന്നു, പോയി വീഴുന്നു. ആർക്കും അന്യോന്യം പങ്കുവെക്കാനായിട്ട് സമയമില്ല. എന്തിനധികം പറയുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും ഇന്ന് കുടുംബങ്ങളിൽ സമയമില്ല. പിന്നെ ആകെയുള്ള സമയം എന്ന് പറയുന്നത് വല്ലപ്പോഴും നമുക്ക് ഒഴിവ് കിട്ടുന്ന ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അല്ലെ അവധി ദിവസങ്ങളിൽ. പക്ഷേ ഈ അവധി ദിവസങ്ങളിലും നമ്മുടെ സമയം കൊല്ലാൻ വേണ്ടി ഒരു വലിയ വില്ലനുണ്ട്. അറിയാവാരാന്ന്? അങ്ങൾ ഉദ്ദേശിക്കുന്നത് ടി വി ആണോ? ടി വി മാത്രമല്ല, നമ്മുടെ സമയം കൊല്ലുന്ന പല ഘടകങ്ങളുണ്ട്. ഇപ്പം ചില വീട്ടിൽ കമ്പ്യൂട്ടർ, എന്തുമാത്രം സമയമാണ് കമ്പ്യൂട്ടറിന് മുമ്പിൽ കുട്ടികളിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഗെയിമുണ്ട്. പിന്നെ DVD-യിലിട്ട് സിനിമ കാണുന്നവരുണ്ട്. പിന്നെ ടി വിയുടെ മുമ്പിൽ ചമ്മറം പടഞ്ഞിരുന്ന് കഴിക്കുന്നത് പോലും സോഫയിലിരുന്ന് കഴിച്ച് വണ്ണം വെച്ച് ബുദ്ധി കുറയുന്ന എത്രയോ കുട്ടികളാണെന്നറിയാമോ? അപ്പോൾ ടി വി വലിയൊരു വില്ലനാണ്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ DVD, ഇൻ്റർനെറ്റ്, ഇതൊക്കെ വലിയ വില്ലന്മാരാണ്. ഇപ്പോൾ മൊബൈൽ ഫോൺ, ഇതെല്ലാം ഈ മാധ്യമം ഇത്രയും വളർന്നതോടുകൂടെ, വിവരസാങ്കേതിക വിദ്യ വളർന്നതോടുകൂടെ ആർക്കും ആരെയും വേണ്ട. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് ചുരുങ്ങി. ഇന്ന് ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ റൂമിൽ ഒരു ടെലിവിഷൻ, പാരൻസിൻ്റെ ബെഡ്റൂമിൽ മറ്റൊരു ടെലിവിഷൻ, കുട്ടികൾക്ക് കളിക്കാൻ ഒരു കമ്പ്യൂട്ടർ, ഡാഡിക്ക് ഉപയോഗിക്കാൻ മറ്റൊരു കമ്പ്യൂട്ടർ. അപ്പോൾ ആർക്കും ആരോടും സമയം പങ്കുവെക്കുവാൻ കഴിയുന്നില്ല. ദൈവം കുടുംബത്തെ എന്തിനാണ് ഉണ്ടാക്കിയെന്നറിയാമോ? അച്ഛനും അമ്മയും കുട്ടികളും ചേർന്ന് എല്ലാവരും സന്തോഷിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ഭയപ്പെട്ട് അവനെ ആരാധിച്ച് അവന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം കുടുംബം ഉണ്ടാക്കിയത്. പക്ഷെ ആ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്നൊരു ഘടകമാണ് ഈ നമ്മൾ കാണുന്ന മാധ്യമങ്ങൾ. ഇനി മാധ്യമങ്ങളിൽ കൂടെ കടന്നു വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കും. ഇപ്പോൾ ചുരുക്കി പറയാം, നമ്മൾ സാധാരണ നമുക്കെല്ലാം ഇഷ്ടമുള്ള ഒരു TV ചാനൽ ഏതാ? നിങ്ങൾക്ക് സാധാരണ കാണാൻ ഇഷ്ടമുള്ള ചാനൽ ഏതാ? പോഗോ അല്ലെങ്കിൽ കാർട്ടൂൺ നെറ്റ്വർക്ക്. ഈ കാർട്ടൂൺ നെറ്റ്വർക്ക് വരുന്ന ആ കാർട്ടൂണൊക്കെ നല്ലതാണോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ പറയാം, മിക്കി മൗസ്. ശരിയല്ലേ? മിക്കി മൗസിൽ ആ പൂച്ച എലിയെ എങ്ങനെയാണ് കൊല്ലാക്കൊല ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ എന്താ നമ്മൾ പഠിക്കുന്നത്? നിസ്സഹായനായ ഒരു വ്യക്തിയെ ഉപദ്രവിക്കുന്നതിൽ രസം കണ്ടെത്തുക. ഒരു സിനിമ കണ്ടാൽ അതിലെന്താ നമ്മൾ കാണുന്നത്? ഏറ്റവും ശക്തിയുള്ളവനും ഏറ്റവും കാശുള്ളവനും മിടുക്കൻ. അവന് നിയമങ്ങളില്ല, അവൻ എന്തും ചെയ്യാം, ആരും അവനെ ചോദ്യം ചെയ്യുന്നില്ല. പോലീസ് പോലും എല്ലാറ്റിൻ്റെ അവസാനമാണ് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ തെറ്റായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും നമ്മുടെ മൂല്യബോധം നശിപ്പിക്കുകയും ചെയ്യുന്നത് അതിലേറ്റവും വലിയ വില്ലൻ മാധ്യമങ്ങളാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. നല്ല ചാനലുണ്ട്, നമുക്ക് ന്യൂസ് കാണണം, ലോകവിവരം അറിയണം, ശാസ്ത്രത്തെക്കുറിച്ച് അറിയണം, അതുപോലെ പ്രകൃതിയെക്കുറിച്ച് അറിയണം. നമുക്ക് പഠിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ TV, അതുപോലെ ഇൻ്റർനെറ്റ്, അതുപോലെ മറ്റുള്ള മാധ്യമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, മാധ്യമങ്ങൾ വേണം. പക്ഷേ ആ മാധ്യമങ്ങൾക്ക് ഒരു നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തണം.
അപ്പോൾ നമ്മൾ 2 വില്ലന്മാരെ കുറിച്ചാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി മൂന്നാമത്തെ വില്ലനെ കുറിച്ച് ഞാൻ പറയാം. മൂന്നാമത്തെ വില്ലൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോടും പറയരുത്, നിങ്ങളുടെ തന്നെ മാതാപിതാക്കളാണ്. ഞാൻ പറയട്ടെ, വഴക്ക് കൂടുന്ന ഒരു അച്ഛനും അമ്മയാണ് അല്ലെങ്കിൽ ഡാഡിയും മമ്മിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമാണ്. വൈകുന്നേരം എന്നും ഡാഡി കള്ളു കുടിച്ചു വരുന്നു, വീട്ടിലെ ഗ്ലാസ്സുകളെല്ലാം തല്ലി പൊട്ടിക്കുന്നു, അമ്മയെ മുടിക്ക് പിടിച്ച് താഴെയിട്ട് ഇടിക്കുന്നു, കുഞ്ഞുങ്ങളായ നിങ്ങളെ കാരണമില്ലാതെ വടിയെടുത്ത് അടിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീട് ഇഷ്ടമാണോ? ഇല്ല. കാരണം അതൊരു ഭവനമല്ല. കാരണം അവിടെ സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പം സമാധാനമുള്ള ഒരു കുടുംബമാണ് നമുക്കെല്ലാം ആവശ്യം. സമാധാനമുള്ള കുടുംബത്തിന് ഒരേ ഒരു കാര്യമാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ആ കുടുംബത്തിൻ്റെ കേന്ദ്രബിന്ദു ആകണം. ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെ കേന്ദ്രബിന്ദു അല്ലെങ്കിൽ അത് സമാധാനമില്ലാത്ത വീടാണ്. അപ്പോൾ എല്ലാ വീടിനെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഈ വീട്ടിൽ ആര് വസിക്കണം? ദൈവം വസിക്കണം. ദൈവമുള്ള ഭവനമാണ് ഈ ലോകത്തിലെ സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എല്ലാ ഭവനങ്ങളും ദൈവിക ഭവനങ്ങളായിട്ട് മാറേണ്ടത് ആവശ്യമാണ്. കുടുംബത്തിൻ്റെ ഐക്യതയെ തകർക്കുന്ന മറ്റൊരു ഘടകമാണ് വിദേശ സംസ്കാരം. നമ്മളെല്ലാം ഭാരതീയരാണ്, വിശേഷാൽ കേരളീയരാണ്. നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്. പക്ഷേ ഇന്ന് വിദേശത്ത് നിന്ന് അവർ ചവച്ച് തുപ്പിക്കളഞ്ഞ സംസ്കാരത്തെ പുൽകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിലൊരു ഉദാഹരണമാണ് കമ്പോള സംസ്കാരം. അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ ടി വിയിൽ പരസ്യങ്ങൾ കാണാറില്ലേ? അപ്പോൾ ആ പരസ്യത്തിൽ കാണുന്ന ആ വസ്ത്രം, പരസ്യത്തിൽ കാണുന്ന മുഖത്ത് തേക്കുന്ന സാധനം, പരസ്യത്തിൽ കാണുന്ന സോപ്പ്, പരസ്യത്തിൽ കാണുന്ന ഷൂസ്, ഇതെല്ലാം എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരാൾ ഒരു പുതിയ വസ്ത്രം ധരിച്ചു വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് എവിടെ നിന്നാണ്? ഇത് ഇന്ന കടയിൽ നിന്നാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഇന്ന പൗഡറാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഇന്ന ഷാമ്പു ആണ്. നോക്കുക, പരസ്യങ്ങൾ കൊണ്ട് കമ്പോള സംസ്കാരം വർദ്ധിക്കുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടുന്നു. അതുകൊണ്ട് നല്ല കാര്യത്തിന് ഉപയോഗിക്കേണ്ട പണം മറ്റ് പല അനാവശ്യ കാര്യങ്ങൾക്കും ചെലവഴിക്കുമ്പോൾ വാസ്തവത്തിൽ തകരുന്നത് കുടുംബത്തിൻ്റെ മുൻഗണനകളാണ്. ഈ പണം ദൈവം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നതാണ്. നമ്മൾ പണത്തിൻ്റെ കാര്യവിചാരകന്മാരാണ്. ഇന്ന് ഒത്തിരി കുടുംബങ്ങളിൽ പൈസ ഉപയോഗിക്കുന്ന മാതാപിതാക്കന്മാരല്ല, പിന്നെ ആരാന്നറിയാമോ? കുഞ്ഞുങ്ങളാണ്. വാസ്തവത്തിൽ കുടുംബത്തിൻ്റെ നാഥൻ ആരാണെന്നറിയാമോ? ആരാ കുടുംബത്തിൻ്റെ നാഥൻ? അച്ഛൻ. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ ആരെയാ ദൈവം ആ നേതൃസ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത്? ഭർത്താവിനെയാണ് അല്ലേ? അച്ഛനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡാഡിയാണ് കുടുംബത്തിൻ്റെ നാഥൻ. ഇന്ന് ആ സിസ്റ്റം മാറി. ഇന്ന് കുഞ്ഞുങ്ങളാണ് തീരുമാനിക്കുന്നത്, എനിക്ക് ആ സൈക്കിൾ വേണം, നമുക്ക് ഈ ഫ്രിഡ്ജ് മേടിച്ചാൽ മതി, നമുക്ക് ഇന്ന ടി വി മേടിച്ചാൽ മതി, ഇന്ന ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ മതി, ഇന്ന സ്കൂളിൽ പഠിച്ചാൽ മതി. തീരുമാനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളാണ്. അത് ദൈവം വെച്ച വ്യവസ്ഥയല്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഡാഡിയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ നേതാവ്. നിങ്ങളുടെ ഡാഡിയും മമ്മിയും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ്. ചിലപ്പോൾ നിങ്ങൾ പറയും, എൻ്റെ ഡാഡിക്ക് എന്നെ മനസ്സിലാകുന്നില്ല, എൻ്റെ മമ്മിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഡാഡിക്ക് വലിയ വിദ്യാഭ്യാസമില്ല. എൻ്റെ മമ്മി ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചാണ്. എനിക്ക് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം, ഞാൻ സ്കൂളിൽ പഠിക്കുന്നു, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, മമ്മിയെക്കാളും ഡാഡിയേക്കാളും എനിക്ക് ബുദ്ധിയുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും. അതുകൊണ്ട് ഡാഡി പറയുന്ന ഒന്നും എനിക്ക് ഇഷ്ടമല്ല, മമ്മി എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഇങ്ങനെ ഈ ഒരു തരത്തിലുള്ള തലമുറകളുടെ വിടവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബത്തിൻ്റെ മറ്റൊരു പ്രശ്നമാണ്. എന്താ? തലമുറകളുടെ വിടവ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളുകളെ നമുക്ക് മനസ്സിലാകുന്നില്ല, നമുക്ക് അവരെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇപ്പോൾ വീട്ടിലൊരു പ്രായമുള്ള ഒരു അമ്മച്ചി ഉണ്ടെങ്കിൽ ആ അമ്മച്ചി ചുമയ്ക്കുകയും തുപ്പുകയും തലയിൽ തേക്കുന്ന ശരീരത്തിൽ തേക്കുന്ന കുഴമ്പൊക്കെ നിലത്തൊക്കെ ഇടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഓ ഈ തള്ളയ്ക്ക് എന്തിൻ്റെ അസുഖമാണ്, ഒരു മാനേഴ്സ് ഇല്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ കാർക്കിച്ച് മുറ്റത്തോട്ട് തുപ്പുക. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അവർ പ്രായമുള്ളവരാണ് അല്ലേ? അപ്പോൾ പ്രായമുള്ളവരെ അംഗീകരിക്കാനും അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുള്ള മനസ്സ് ചെറിയ കുട്ടികൾക്കില്ല. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുടുംബത്തിൽ സന്തുലന അവസ്ഥയില്ല. എന്ന് പറഞ്ഞാൽ സ്നേഹമില്ല, കരുണയില്ല, ക്ഷമയില്ല, കൊടുക്കൽ വാങ്ങലില്ല, പങ്കുവെക്കലില്ല, സാന്ത്വനമില്ല. ദൈവിക മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ എല്ലാ കുടുംബത്തിൻ്റെ അടിത്തറകൾ ഇളകും. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ദൈവം വെച്ചിരിക്കുന്ന മൂല്യബോധം നമ്മൾ തിരികെ കൊണ്ടുവരണം. ശരിയാണ്, ഡാഡിയും മമ്മിയും ഒക്കെ മനുഷ്യരാണ്. മനുഷ്യർക്കെല്ലാം ബലഹീനതയുണ്ട്. ഏത് മനുഷ്യനും തെറ്റുപറ്റാം, ശരിയല്ലേ? എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റാം. അതുകൊണ്ട് ഡാഡിക്ക് തെറ്റുപറ്റാം, മമ്മിക്ക് തെറ്റുപറ്റാം. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ഡാഡി ഈസ് നോട്ട് ഓൾവേസ് റൈറ്റ്. ശരിയാണോ? ശരിയാണ്. ഡാഡി പറയുന്നത് എപ്പോഴും ശരിയാണെന്ന് നിർബന്ധമില്ല. മമ്മി ഈസ് നോട്ട് ഓൾവേസ് റൈറ്റ്. ശരിയാണോ? ശരിയാണ്. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം, ഡാഡി ഈസ് ഓൾവേസ് ഡാഡി. ശരിയാണോ? ശരിയാണ്. മമ്മി ഈസ് ഓൾവേസ്, പറ, മമ്മി ഈസ് ഓൾവേസ് മമ്മി. ശരിയല്ലേ?
അപ്പോൾ മാതാപിതാക്കൾ ഒരുപക്ഷെ നമ്മുടെ അരുത്, അങ്ങോട്ട് അങ്ങനെ പോകരുത്, ഇങ്ങനെ ചെയ്യരുത്, പൈസ ഇങ്ങനെ കളയരുത്, ഇന്ന ആളോട് കൂട്ടുകൂട്ടരുത്, നീ 6 മണിക്ക് മുമ്പേ വീട്ടിൽ വരണം, ഇങ്ങനെയൊക്കെ ധാരാളം ഉപദേശം പറയുമ്പോൾ നമ്മൾ പറയും, അയ്യോ എന്നെ ഉപദേശിക്കാൻ പറ്റുന്നത് എപ്പോൾ നോക്കിയാൽ ഡാഡിക്ക് ഡോണ്ട് ഡു അങ്ങനെ ചെയ്യരുത്, അവിടെ പോകരുത്, ഇങ്ങനെ എപ്പോഴും എൻ്റെ പുറകെ നിൽക്കുകയാണ് എന്ന് ഒരുപക്ഷെ നമ്മൾ പരാതിപ്പെടും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ പോവാം. ഈ ഡാഡിയും മമ്മിയൊക്കെ നമ്മളോട് ഉപദേശങ്ങൾ പറയുന്നത് എന്തിനാണെന്നറിയാമോ? അവർക്ക് ജീവിതത്തിൽ നല്ല അനുഭവമുണ്ട്. നമ്മളെക്കാളും പ്രായമുള്ളവരാണല്ലോ നമ്മുടെ മാതാപിതാക്കൾ, അല്ലേ? അപ്പോൾ നമ്മളെക്കാൾ നല്ല അനുഭവങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലവരായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് അവർ നമ്മളോട് നല്ല ഉപദേശങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നീരസപ്പെടാൻ പാടില്ല. കാരണം കുടുംബത്തിൽ മാതാപിതാക്കളെ നമുക്ക് മുകളിലായിട്ട് ദൈവം വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നമ്മളെ നന്മയിലേക്കും ആത്മീയതയിലേക്കും ദൈവത്തിങ്കിലേക്കും നടത്തുവാൻ വേണ്ടിയുള്ള നേതാക്കന്മാരാണ് അവർ. എല്ലാ കുടുംബവും നന്നായിട്ട് വരണമെങ്കിൽ ദൈവിക കാഴ്ചപ്പാടിൽ, ദൈവിക മൂല്യബോധത്തിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്കനുസരിച്ച് കുടുംബങ്ങൾ വന്നാലേ അവിടെ സന്തോഷം ഉണ്ടാകും. അങ്ങനെയുള്ള വീടിന് മാത്രമേ കെട്ടുറപ്പുണ്ടാകൂ. അല്ലാത്ത കുടുംബം ശിഥിലമായി പോകും. അല്ലാത്ത കുടുംബത്തിൽ സമാധാനം ഉണ്ടാകില്ല. അവിടെ എന്നും കണ്ണീരും വഴക്കും അടിപിടിയും ശബ്ദകോലാഹലവും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നല്ല ഒരു കുടുംബത്തിന് ഉടമയാകണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഏത് പുസ്തകം അറിയാമോ? ബൈബിൾ. ഈ ബൈബിൾ അനുസരിച്ച് നമ്മുടെ കുടുംബജീവിതം ക്രമപ്പെടുത്തണം. കുഞ്ഞുങ്ങൾക്ക് അവരുടേതായിരിക്കുന്ന റോൾസ്, ഉത്തരവാദിത്തങ്ങൾ, മാതാപിതാക്കന്മാർക്ക് അവർക്ക് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ കുഞ്ഞുങ്ങളോട് പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിച്ച് കുടുംബത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ ഒരു ഭാഗമായി തീരുക. നല്ല കുടുംബം എല്ലാവരുടെയും സ്വപ്നമാണ്. ആ നല്ല കുടുംബത്തിലേക്ക് എല്ലാവർക്കും നടന്നെടുക്കുവാൻ കഴിയും. നമ്മൾ ദൈവത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നുവെങ്കിൽ ആ നല്ല കുടുംബം നമ്മളിൽ നിന്നും വളരെ അകലെയല്ല. Thank you so much for being with me this time.